പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ ആലോചിക്കേണ്ട ഒരു സ്റ്റോറിയാണ് ഇന്ന് പറയുന്നത്. ഒരു രാജ്യത്ത് ഒരു ഗ്രാമത്തിൽ ഒരു കർഷകൻ ഉണ്ടായിരുന്നു. ആ കർഷകന് ഒരു മകനും ഒരു കുതിരയും ഉണ്ടായിരുന്നു. ആ കുതിരേനെ വെച്ച് നിലം ഉഴുതിട്ടാണ് കൃഷിയൊക്കെ ചെയ്തിരുന്നത്. ഒരു ദിവസം പെട്ടെന്ന് ഈ കുതിര കാട്ടിലേക്ക് ഓടിപ്പോവും. അപ്പൊ മകൻ പറയും, ഇത്ര കാലം നമ്മൾ സ്നേഹത്തോടെ പോറ്റിയിട്ടാവും പോയല്ലോ, എന്ത് കഷ്ടാന്ന് പറയും. അപ്പം ഫാദർ പറയും, കൃഷിക്കാരൻ പറയും, അങ്ങനെ പറയാൻ വരട്ടെ, നമുക്ക് നോക്കാന്ന് പറയും. കുറച്ച് ഒരാഴ്ച കഴിയുമ്പോൾ ഈ കുതിര കുറെ ഒരു 4-5 കുതിരകളെ കൂട്ടിയിട്ട് കാട്ടിൽ നിന്ന് തിരിച്ചു വരും. അപ്പം മകന് ഭയങ്കര സന്തോഷം. പിന്നെ അവർ കൃഷിയൊക്കെ വിപുലപ്പെടുത്തി നല്ല രീതിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. പെട്ടെന്ന് ഒരു ദിവസം ഈ കുതിര ഈ മകനെ തൊഴിക്കും. അപ്പം മകൻ പറയും, എന്ത് ദുഷ്ടനായി കുതിര എന്നെ ഈ ഗതിയിലാക്കിയല്ലോ. എന്നിട്ട് ആ മകൻ കിടപ്പിലാവും, കാല് വയ്യാതെ കിടപ്പിലാവും. അപ്പൊ അച്ഛൻ പറയും, സാരല്ല, നമുക്ക് നോക്കാം എന്ന് പറയും. പെട്ടെന്ന് ഒരു ദിവസം രാജ്യത്ത് എന്ത് സംഭവിക്കും, ഒരു യുദ്ധം പ്രഖ്യാപിക്കും. യുദ്ധം പ്രഖ്യാപിക്കുമ്പോൾ ആരോഗ്യവാനായിട്ടുള്ള ചെറുപ്പക്കാരെല്ലാവരും ആ യുദ്ധത്തിൽ പങ്കെടുക്കണം എന്നായിരിക്കും രാജാവിന്റെ ഓർഡർ. അപ്പൊ നോക്കുമ്പോൾ മകന് കാലിന് വയ്യാത്തതുകൊണ്ട് അവന് യുദ്ധത്തിന് പോകേണ്ട ആവശ്യം വരില്ലല്ലോ. അപ്പം അച്ഛൻ പറയും, കണ്ടില്ലേ, നമുക്ക് ഇങ്ങനെ ഒരു സാഹചര്യം മാറിപ്പോയത് കൊണ്ടല്ലേ നമ്മൾ രക്ഷപ്പെട്ടത് യുദ്ധത്തിൽ പങ്കെടുക്കാതെ. അപ്പൊ ജീവിതത്തിലും അതുപോലെ തന്നെയാണ്. നമുക്ക് വരുന്ന ഓരോ സിറ്റുവേഷൻസും നമ്മൾ വിചാരിക്കും, അയ്യോ എന്താ ഇങ്ങനെ സംഭവിച്ചതെന്ന് വിചാരിക്കും. യഥാർത്ഥത്തിൽ അത് നമ്മളെ വലിയൊരു പ്രശ്നത്തിൽ നിന്ന് രക്ഷിക്കുന്നതോ അല്ലെ റീഡയറക്റ്റ് ചെയ്ത് നമുക്ക് വേണ്ട സ്ഥലത്തേക്ക് നമ്മളെ കൊണ്ടെത്തിക്കാൻ സഹായിക്കുന്നതോ ആയ പ്രശ്നങ്ങളാണ് നമ്മളെല്ലാവരെയും ജീവിതത്തിൽ ഉണ്ടാവുക. അപ്പോൾ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും നമ്മൾ ഈ കഥ എന്നും ആലോചിക്കണം.